ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നതാണ് നാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കേട്ടതാണ് വിദ്യാസമ്പന്നയായ സ്ത്രീ ജീവിത സാഹചര്യങ്ങളാൽ സ്വന്തം 2 പിഞ്ചു മക്കളെയും ചേർത്ത് നിർത്തി മരണത്തിലേക്ക് പോകുന്നൊരു കാഴ്ച. അത് ഏതൊരു മലയാളിയെയും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. സ്ത്രീകൾ ഒരുപാട് കഷ്ടതകളിലൂടെ പോകുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. 13 വർഷമായി ഈ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ ദിനം പ്രതി നൂറുകണക്കിന് രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ പീഡനത്തിനിരയായും ലൈംഗിക ചൂഷണത്തിനെതിരായും വരുന്ന ഒരുപാട് സ്ത്രീകൾ അവരുടെ കേസ് ഹിസ്റ്ററി എടുക്കുകയും ഡോക്യുമെന്റ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും അവരുടെ ഹിസ്റ്ററി കളക്ട് ചെയ്യുക, പരിശോധിക്കുക, അവർക്ക് വേണ്ട ചികിത്സ നൽകുക, അവർക്ക് വേണ്ടിയ തെളിവ് ശേഖരണം, അവരുടെ ശരീരത്തിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ച് അത് സീൽ ചെയ്ത് കോടതിക്ക് നൽകുക. അതൊക്കെ ഒരു ഗൈനക്കോളജിസ്റ്റ്, സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി നിരവധി സ്ത്രീകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദിനം പ്രതി നമ്മൾ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും ചില ദിവസങ്ങളുടെ ഡ്യൂട്ടി. 3 കേസുകളെങ്കിലും പോക്സോ ഞാൻ എഴുതിയ ദിവസങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്ക് ഞാൻ ഇങ്ങോട്ട് ഈ ഒരു പണ്ഡിതത്തിൽ വരുന്നത് ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഏകദേശം 200 കേസുകളാണ് കൊല്ലം ജില്ലയിൽ വിക്ടോറിയ ആശുപത്രിയിൽ, അതായത് ജില്ലയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. കുട്ടികൾ 5 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ലൈംഗിക അതിക്രമണത്തിനും പീഡനത്തിനും ഇരയായി ഹോസ്പിറ്റലിൽ വന്ന് കേസ്. ഇത് അതിശോക്തി ഒന്നുമല്ല, നേരായിട്ട് നടന്ന സംഭവങ്ങളും എഴുതിയ കേസുകളുമാണ് വരുന്നത്. എല്ലാം അതിനുള്ള രഹസ്യ സ്വഭാവമായതുകൊണ്ട് എല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ മൂലം അമ്മയുടെ രണ്ടാം ഭർത്താവ് ഒക്കെ പീഡിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നിരവധിയാണ് നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, എവിടെയാണ് സ്ത്രീ ഈ സമൂഹത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ സ്ത്രീ സുരക്ഷിതയാണോ? തീർച്ചയായിട്ടും അല്ല എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. പിന്നീട് പോക്സോ കേസുകൾ നിരവധിയാണ്. 17 അതിലൊക്കെ കുറിച്ച് 17, 16, 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ പെട്ടെന്ന് പരിചയത്തിലാവുന്നു. ഒന്നും നോക്കാതെ അവരുടെ കൂടെ പോകുന്നു. പോയിട്ട് പീഡനത്തിനിരയാകുന്നു, ലൈംഗിക ചൂഷണത്തിനിരയാകുന്നു, തിരിച്ചു വരുന്നു. ചിലർ ഗർഭിണിയാവുന്നു, അബോർഷൻ ചെയ്യാൻ നടക്കുന്നു. അപ്പൊ അതിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സംഘർഷണം, മാനസിക പീഡനങ്ങൾ, അപ്പൊ എത്ര മുറിവേറ്റ ഹൃദയമായിട്ടായിരിക്കും അവരൊക്കെ ജീവിക്കുക. അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു? പല ഹോമുകളും ഇവിടെ കൊല്ലത്തുണ്ട്. ചിലരൊക്കെ ആ ഹോമുകളിൽ മാറി താമസിക്കുന്നുണ്ട്. ഹോമിയിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് നോക്കുന്ന സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, ഒരു കുട്ടി എന്നോട് പറയുകയായിരുന്നു, എനിക്കൊരു വീട് എന്നൊരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിൽക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് സാഹചര്യമില്ല. അച്ഛനില്ല, അമ്മയുണ്ട്. അമ്മ 2ാം ഭർത്താവിനോടാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നാൽ അയാളെ പീഡിപ്പിക്കും. ഇവിടെ നിൽക്കുമ്പം ആ ഒരു വീട് എന്നുള്ള ചിന്ത. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ കുഞ്ഞ് എന്തോരം മാനസിക സംഘർഷങ്ങളിലൂടെ പോയിട്ടാണ് അത് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുക. ആ ഒരു ഇങ്ങനെയുള്ള പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് പ്രതീക്ഷയാണ് നമുക്ക് നൽകാനുള്ളത്? കൂടാതെ ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു നിസ്സഹായാവസ്ഥയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് വഴിയിടങ്ങൾ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലൊക്കെ പീഡിപ്പിക്കപ്പെട്ട് ചിലർ ഗർഭിണിയായി അബോർഷൻ ചെയ്യേണ്ട കാലയളവൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. അപ്പൊ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. കണ്ടിന്യൂ ചെയ്യുന്നു, പ്രസവിക്കുന്നു. ഒരു കുട്ടി പ്രസവിച്ചിട്ട് ആ കൊച്ചിന്റെ മുഖം പോലും നോക്കുന്നില്ല. അപ്പൊ നമ്മൾ ഓർക്ക് എന്താ, നേഴ്സുമാർ ചോദിച്ചു, എന്താ ഒരു കുഞ്ഞിന്റെ മുഖം പോലും നീ പ്രസവിച്ചതല്ലേ? ഒരു ചെക്കപ്പിനും വന്നിട്ടില്ല. അന്ന് നേരിട്ട് വന്ന് ലേബർ റൂമിൽ കയറി, ആരോടും പറഞ്ഞില്ല ഗർഭിണിയാണെന്നൊന്നും, ലേബർ റൂമിൽ കയറി പ്രസവിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ആ കുഞ്ഞിന്റെ മുഖം കാണണ്ട, എനിക്ക് വളർത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ കണ്ടാൽ പിന്നെ എനിക്ക് ആ ഒരു ചിന്ത വരും, ഞാൻ ആ കുഞ്ഞിനെ കാണുന്നില്ല, അതെവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും സുരക്ഷിതമായി ജീവിച്ചോളട്ടെ എന്ന് ഓർത്ത് അമ്മ ആ കുഞ്ഞിനെ നോക്കുന്നതേ ഇല്ല. അവരെയൊക്കെ അങ്ങനെ പ്രസവിക്കുന്ന അനേകം സ്ത്രീകൾ നമ്മുടെ ചുറ്റിലും